തുടങ്ങട്ടെ. പച്ചക്ക് പറയും വിനായകൻ. ആ ഇപ്പോ കഥ കുറച്ച് പുറകോട്ട് പോവാം. ഫ്ലാഷ് ബാക്ക് പുറകോട്ട് പോയിരിക്കുകയാണ്. 1991-ലെത്തിരിക്കുകയാണ്, 92-ലെത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു യുവാവെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറുപ്പക്കാരെന്നും പറയാൻ പറ്റും, എനിക്കറിയില്ല. ഞാൻ അന്ന് കോളേജിൽ പഠിക്കുകയാണ്, +2-ലാണെന്ന് തോന്നുന്നു. കൂത്തുപറമ്പിൽ പഠിക്കുകയാണ്. അപ്പൊ കൂത്തുപറമ്പിന്റെ അപ്പുറം അന്ന് ഞാൻ ആദ്യമായിട്ട് റിലീസിന് ആദ്യത്തെ ഷോ തലശ്ശേരിയിലെ അന്ന് റിലീസുള്ളൂ. കൂത്തുപറമ്പ് റിലീസില്ല, വൈഡ് റിലീസുള്ള ടൈമേ അല്ലാതെ. വെറും പെട്ടി കൊണ്ടുവന്നിട്ട് ഫിലിം പെട്ടി വന്നാൽ പടം കളിക്കും, അങ്ങനെ റിലീസുള്ള ഒരു ടൈമാണ്. അപ്പൊ ആ സമയത്താണ് ഈ ഒരു ഓണത്തിന് ഒരു ടൈമിലാണ് എൻ്റെ ഒരു സുഹൃത്ത്, ക്ലാസ് പഠിക്കുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, എടാ പടം റിലീസുണ്ട്, യോദ്ധ പടം, ഭയങ്കര നേപ്പാളത്തൊക്കെ ഷൂട്ട് ചെയ്ത പടമാണ്, മോഹൻലാലിന്റെ പടമാണ്, കാണാൻ പോവാ എന്നും പറഞ്ഞ് നമ്മളെല്ലാം കൂടി വണ്ടി കയറി. അവന്റെ ചെലവിലാണ്, വേറെ അന്ന് കൈപ്പിൽ പൈസ ഒന്നുമില്ല. അപ്പൊ നേരെ കൂടി തലശ്ശേരി പ്രഭയിൽ ഫസ്റ്റ് ഷോ പടം കണ്ടു. അപ്പൊ പടം കണ്ട് ഇന്റർവെൽ വരെ കുഴപ്പമില്ല, കുറെ തമാശയും കുറെ ഇതൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. ഇപ്പൊ ഇന്റർവെല്ലിന് ശേഷമുള്ള കുറെ സ്ഥലങ്ങളിൽ കല്ലുകടി. ഇന്ന് മറ്റേ എന്താ പറയാ, ഇന്നുള്ള ജനറേഷനിലും ഈ ടി വിയിലൊക്കെ കണ്ടെടുക്കുന്ന കുട്ടികൾക്കും ആൾക്കാരൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. പക്ഷെ അന്ന് എന്തോ ഈ പടം അങ്ങോട്ടൊക്കെ ക്ലിക്കായില്ല. ഒരുപാട് നിർമ്മാണ ചെലവുണ്ടാക്കി ഈ പടം തിയേറ്ററിൽ ഒരു ആദ്യത്തെ ഒരാഴ്ച നല്ല ലെവലിൽ, പിന്നെ ഒരു നരഞ്ഞ പടമായി. BC ക്ലാസ്സിലൊന്നും നിലം തൊട്ടില്ല. അതിനൊക്കെ കാരണങ്ങൾ ഒന്നെന്ന് പറഞ്ഞാൽ ഈ യോദ്ധ എന്ന് പറഞ്ഞ പടത്തിന്റെ ക്ലൈമാക്സിലോട്ട് എടുക്കുന്ന കുറെ ഭാഗങ്ങളിൽ ഒരു, അതായത് കാലങ്ങളായിട്ട് ആയുധവിദ്യ അഭ്യസിക്കുന്ന പുനീത് സാറിന്റെ ഇത്രയും വലിയ കൊടൂരമില്ല ഈ കേരളത്തിൽ ഏതാണ്ട് ഇണ്ടാമുണ്ടേ കിടക്കുന്ന ഒരുത്തൻ വന്ന് വെറും ഒരു കൊക്കയിൽ വിടുന്നു, ആദിവാസികൾ. അത് പിന്നെ പണ്ടേ അങ്ങനെയാണ്, കൊക്കയിൽ ആര് വേണാലും ആദിവാസികൾ എടുക്കും. ആദിവാസികൾ എടുത്ത് കൊണ്ടുപോകുന്നു, എല്ലാം കൂടി ആയുധ വിദ്യകളെല്ലാം പഠിപ്പിച്ചൊരു 5-6 മാസം കൊണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്തവൻ ഇത്രയും ഉള്ള ആൾക്കാരിടയ്ക്ക് കൂടി ഓടോടോടം അത് ജനങ്ങൾ അങ്ങോട്ട് ദഹിച്ചില്ല. അതാണ് സത്യം. അതിന് തൊട്ടു മുമ്പിലാണ് മമ്മൂക്കയുടെ ജോണി വാക്കർ വന്നത്. ജോണി വാക്കറിലും അതേ അവസ്ഥയായിരുന്നു, കണ്ണ് കാണാത്ത നായകൻ, കണ്ണ് കാണാത്ത അടി. പക്ഷെ അതിനകത്തൊരു റിയലിസ്റ്റിക് ഉണ്ടായിരുന്നു, കാരണം ഇങ്ങനെ തപ്പി പിടിച്ചിട്ടുള്ള അടിക്കുന്നത്. ഇത് വെറും അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്താണ്ടടാ വരുന്നു പട്ടക്കം പൊട്ടുന്ന പോലെ 2 പടം. അദ്വൈതം, അപ്പൂസ്, അവിടാണ് കളി. അതോടെ കൂടി യോധയുടെ കട്ടയും പടവും അങ്ങ് മടങ്ങി. ഇതെല്ലാം റിലീസ് ഡേറ്റിൽ തലശ്ശേരി ചിത്രവാണിയിൽ അപ്പോസും തലശ്ശേരി മുഖത്തിൽ വെച്ചിട്ട് അദ്ദേഹം ആദ്യത്തെ ഫസ്റ്റ് ഷോ കണ്ട് അതിന് ശേഷം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ അതേ ഇതിലും വെറുതെ പണ്ട് തിയേറ്ററിൽ ഇങ്ങനെ ആർക്കായിരുന്നു പടി, ക്ലാസ്സും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കറങ്ങുന്നത് നമുക്കറിയാലോ. അന്ന് വെറും 3 ആഴ്ച തലശ്ശേരി പ്രഭയിൽ 4 ഷോയും ഒരാഴ്ച നൂൺ ഷോ ഇട്ടിട്ട് 28 ദിവസം ഓടിച്ചിട്ട് എടുത്ത് വലിച്ചെറിഞ്ഞ പടമാണ് ഈ യോദ്ധ എന്ന് പറഞ്ഞ പടം. അപ്പൊ അതേ സമയത്ത് അപ്പുറം ഏതാണ്ട് 35 ദിവസം മുഖത്തിൽ 4 ഷോയും ഒരാഴ്ച നൂൺ ഷോ ഇട്ട് 42 ദിവസം ഓടിച്ചു മാറിയാണ് അദ്വൈതം. പിന്നെ അതിന് വേറൊരു സംഭവം, ഗൃഹലക്ഷ്മിയുടെ പടം, അത് 3 തിയേറ്ററിൽ എങ്ങനെയായാലും, അതായത് ആളുണ്ടായില്ലെങ്കിൽ ഒന്ന്, അത് ചില തിയേറ്ററിൽ ചില സംഭവമുണ്ട്. ചിത്രവാണിയിൽ ഏതാണ്ട് ഒരു 64 ദിവസത്തോളം പപ്പയുടെ സ്വന്തം ബസ് കളിച്ചു. അങ്ങനെ പപ്പയുടെ സ്വന്തം ബസ് ബ്ലോക്ക് ബസ്റ്ററും, അദ്വൈതം ഒരു സൂപ്പർ ഹിറ്റും, യോദ്ധ ഒരു ഒന്നുമല്ലാത്ത രീതിയിൽ ആയിപ്പോയൊരവസ്ഥയാണ്. അതേ അവസ്ഥ തന്നെ BC ക്ലാസ് തിയേറ്ററൊക്കെ. BC ക്ലാസ് തിയേറ്റർ നിങ്ങൾക്ക് അറിയാം, ഒരു തിയേറ്ററിൽ യോദ്ധ എടുപ്പം അപ്പുറം അപ്പൂസ് വരും, അല്ലെങ്കിൽ അതിന്റെ ഇപ്പുറത്ത് അദ്വൈതം വരും. അപ്പോൾ ജനങ്ങളൊക്കെ കൂടെ അങ്ങോട്ട് വരും. യോദ്ധ ഒരുമാതിരിപ്പെട്ട BC ക്ലാസ്സിലൊക്കെ 2 ആഴ്ച ഒരാഴ്ച അങ്ങനെ കൂടി അങ്ങ് പോയി. പക്ഷെ അപ്പൂസ് തകർത്തടിച്ച് ലേഡീസ് അങ്ങ് കയറി പോയി, അദ്വൈതം വലിയ കുഴപ്പമില്ലാണ്ട് പോയി. ഇതാണ് സത്യം. ഇന്ന് പലവന്മാരും ഇതിനകത്ത്, ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം മുമ്പ് 1992 ഹിറ്റ് ലിസ്റ്റിൽ വരുന്ന പടം 6-ാം സ്ഥാനത്ത് യോദ്ധ. എങ്ങോട്ട് തള്ളി കയറ്റും. ഇതൊക്കെ തിയേറ്ററിൽ കണ്ട്, തിയേറ്ററിൽ നിന്ന് ഫസ്റ്റ് ഷോ കണ്ട്, അതിനുശേഷം തിയേറ്ററൊക്കെ റണ്ണിങ് കണ്ടു വന്ന് 10-49 വയസ്സുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ നമ്മള് കണ്ടതും ഇവന്മാരത്തുള്ള പാല് മുട്ടി കുടിക്കുന്ന പിള്ളമാർ ഓരോ ഗൂഗിളിനകത്തും അതിനകത്ത് ഉണ്ടാക്കുന്നതും തമ്മിലൊരു ഭയങ്കര കഷ്ടം തന്നെ. ദൈവം, ഇവരോടൊക്കെ ആര് പറയാം, അവരൊക്കെ പുറകെ കുറെ പാൽക്കുപ്പിൽ സത്യം അയ്യോ സത്യമാണോ, എന്തോന്ന് സത്യം, എടുത്തോണ്ട് പോടെ, പച്ചക്ക് പറയും, പറഞ്ഞിരിക്കും.